ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ചതാണ് പലർക്കും പറ്റിയ പരാജയം. ഈ ഭാഗത്തെക്കുറിച്ച് ദൈവം ആത്മാവാണ് എന്നുള്ളതിനെക്കുറിച്ചും ആമേൻ ലോകത്തിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിൽ ഒരു വലിയ സ്കോളറാണ് ജോൺ മക്കാർദർ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ദൈവമാത്മാവാണ് എന്നുള്ളത് ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും ക്ലാസിക്കായിട്ടുള്ള നിർവചനമാണെന്നാണ്. അപ്പോൾ ആത്മാവായ ദൈവത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കണം? ആത്മാവിൽ തന്നെ ആരാധിക്കണം. ആ ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടില്ല. ഹോരേബിൽ നിങ്ങൾ അവൻ്റെ രൂപമൊന്നും കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാ കാണാഞ്ഞ്? ദൈവം ആത്മാവാണ്. രാമൻ പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവം ഇറങ്ങി വന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. തീ കത്തുന്ന പർവ്വതത്തിൻ്റെ കൂരിരുട്ടുകളുടെ നടുവിൽ, മേഘ തമസ്സുകളുടെ നടുവിൽ, കാളിക്കത്തുന്ന തീയുടെ നടുവിൽ, ഹല്ലേലൂയ, കാഹളനാദത്തിന്റെ ആ ശബ്ദത്തിന്റെ നടുവിൽ ദൈവം ഇറങ്ങി നിന്ന് സംസാരിക്കുക. ആരും അവന്റെ രൂപം കണ്ടില്ല, പക്ഷേ ആ സാന്നിധ്യത്തിന്റെ പ്രഭാവം കണ്ടു. ഹല്ലേലൂയ. കത്തിജ്വലിക്കുന്ന ആ ഗ്ലോറി അവർ കണ്ടു, പക്ഷേ ആ രൂപം അവർ കണ്ടില്ല. എന്താ കാണാൻ കഴിയാഞ്ഞത്? അവിടുന്ന് ആത്മാവാണ്. ഇന്ന് രാത്രിയിൽ ആത്മാവായ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആത്മാവായ ദൈവത്തെ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്നത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങളുടെ ആത്മാവ് ഇതിനകത്തേക്ക് ഏകാഗ്രമായി ഇറങ്ങി വരുമ്പോ. ആരാധനയാണോ, പ്രാർത്ഥനയാണോ, വചന കേൾവിയാണോ? ആ പ്രാർത്ഥനയ്ക്കകത്ത്, ആരാധനയ്ക്കകത്ത്, വചന കേൾവിക്കകത്ത്, ആത്മതലങ്ങളിൽ നമുക്ക് ദൈവത്തെ തൊടാൻ പറ്റും. ശബ്ദമുയർത്തി കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാട്ടെ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആത്മാവിലെ ആരാധനയാണ് ദൈവത്തിന് സ്വീകാര്യമായ ഒരേ ഒരു ആരാധന.